ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TBMD CEO ഓഫ് ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. പൊതുവേ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കാണ്. ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് നിക്കായി മാത്രമാണ് ഇന്ന് ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകളും മറ്റെല്ലാ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് നിക്കായി 34 വർഷത്തെ പുതിയ ഹൈയും കൂടി ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് 36,245 ഇന്ന് ഹിറ്റ് ചെയ്തിട്ടുള്ള 34 ഇയർ ഹൈ. തീർച്ചയായിട്ടും ജപ്പാനിലത്തെ ന്യൂസ് ഫ്ലോസ് എല്ലാം ജാപ്പനീസ് കമ്പനികൾക്ക് പോസിറ്റീവാണ്. അതുകൊണ്ട് ജാപ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ വീക്കായിട്ടാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം US ഫെഡറൽ റിസർവിൻ്റെ ഒരു ഗവർണർ വന്ന് പറഞ്ഞിരിക്കുന്നത് US ഫെഡിൻ്റെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് 2% ആ 2% ഇൻഫ്ലേഷൻ താന്നില്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഈ വർഷം ഉണ്ടാവുമോ എന്നുള്ള കാര്യം തീർച്ചയില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഒരു റിയാക്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം ബാങ്ക് സ്റ്റോക്കുകളും ഇന്നലെ അമേരിക്കയിൽ സ്വല്പം വീക്കാണ്. കാരണം Q4 റിസൾട്ടുകൾ പുറത്തു വന്ന് മോർഗൻ സ്റ്റാൻലി ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അതുകൊണ്ട് മോർഗൻ സ്റ്റാൻലിയുടെ ഷെയർ 4% താഴെയാണ്. ഗോൾഡ്മാൻ സാക്സ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. അറൗണ്ട് 1% ഗോൾഡ്മാൻ സാക്സിൻ്റെ സ്റ്റോക്ക് അപ്പാണ് ഇന്നലെ US. ഒപ്പം ടെസ്ല വീക്കാണ്. ടെസ്ല വീക്കാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എലോൺ മസ്കിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എലോൺ മസ്ക് ഇപ്പോൾ ടെസ്ലയിൽ ഹോൾഡ് ചെയ്യുന്നത് 13% സ്റ്റേക്കാണ്. അത് അറ്റ്ലീസ്റ്റ് 25% വരെ ഉയർത്താനായിട്ട് അദ്ദേഹത്തിന് അനുവദിച്ചിട്ടില്ലെങ്കിൽ പുതിയ കമ്പനി തുടങ്ങി ആ കമ്പനി കൂടെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള പല പുതിയ പ്രോഡക്റ്റുകളും ലോഞ്ച് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ടെസ്ല ഇന്നലെ താഴെയാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന അടുത്ത 3 to 6 മന്തിനുള്ളിൽ എലോൺ മസ്കിന് ടെസ്ലയിൽ 25% സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് കാര്യമായിട്ടുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇപ്പോഴുണ്ടായിട്ടില്ല. പക്ഷേ വീക്കായിട്ടാണ് ഇന്നലെ അമേരിക്കയിൽ ടെസ്ല ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആപ്പിളും ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സ്ലഗ്ഗിഷ് സെയിൽസ് ആണ് iPhone 15 കാര്യത്തിൽ. ചൈനയിലെ ഒരു ഡിസ്കൗണ്ടും കൂടി ഓഫർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആപ്പിളും ഇന്നലെ വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ NVIDIA പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം മൈക്രോസോഫ്റ്റും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ വളാട്ടിലിറ്റി കൂടുതലാണ്. വളാട്ടിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത് 13.84 ആണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച അത് 12.7 ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ ഒരു വളാട്ടിലിറ്റിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. യൂറോപ്യൻ സ്റ്റോക്കുകൾ ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏഷ്യ ഇന്നലെ ചൈന ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും വീക്കായിരുന്നു. നമ്മളും ഇന്നലെ വീക്കായിരുന്നു. കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിൽ ആ ഫ്ലാറ്റ് ട്രേഡിംഗ് ട്രെൻഡ് തന്നെയാണ് കാണുന്നത്. $21.3 പെർ ഔൺസിനാണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആണ്. $77.9 പെർ ബാരലിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ആ ലെവലിൽ തന്നെയാണ് ഇന്ന് മോർണിംഗിലും ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ ഫ്ലാറ്റ് ആയിരുന്നു. ഇന്ന് മോർണിംഗിലും സ്ലൈറ്റ്ലി വീക്ക് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് എന്നുള്ളൊരു രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയും സെൻസസും നോക്കുകയാണെങ്കിൽ ഇന്നലെ പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് വീക്കായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാരണം ഗ്ലോബൽ മാർക്കറ്റുകളെ ഇപ്പോൾ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ തന്നെയാണ്. വലിയ രീതിയിലുള്ള ടെൻഷൻ ഇൻക്രീസ് ആണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ മൂലമുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഇമ്പാക്റ്റും ഗ്ലോബൽ മാർക്കറ്റുകളെ ബാധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നമ്മൾ ഇന്ത്യ സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഡിസംബർ അവസാനിക്കുമ്പോൾ 13.9 കോടിയിലേക്ക് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഇത് മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ഇൻവെസ്റ്റേഴ്സായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. കാരണം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളെയും അതുപോലെ തന്നെ മറ്റു പബ്ലിക് ലിസ്റ്റ് ചെയ്യാത്ത പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ ഡിമാറ്റ് അക്കൗണ്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. ഇനി ഗവൺമെൻറ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കാൻ പോകുന്നൊരു ഡിസിഷൻ എന്ന് പറയുന്നത് അടുത്ത 10 വർഷത്തിനുള്ളിൽ 10 ലക്ഷം ഡീസൽ CNG ബസ്സുകളെ
മാറ്റി അതിന് പകരം ഇലക്ട്രിക് ബസ്സുകൾ റീപ്ലേസ് ചെയ്യാനുള്ളൊരു തീരുമാനമാണ് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയി തീരുമാനം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ധാരാളം ടാക്സ് ഇൻസെൻറ്റീവ്സ് ഈ കമ്പനികൾക്ക് കൊടുക്കാൻ ചാൻസസ് ഉണ്ട്. ഇലക്ട്രിക് വണ്ടികൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്കും അതുപോലെ തന്നെ ഇലക്ട്രിക് വണ്ടികളിൽ ഉപയോഗിക്കുന്ന പാർട്സ് ഉണ്ടാക്കുന്ന കമ്പനികൾക്കൊക്കെ GST റേറ്റ് 5% താഴ്ത്തിയേക്കും എന്നുള്ള ഒരു ന്യൂസ് വരുന്നുണ്ട്. ഒപ്പം ഈ EV ബസ്സുകൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന NTPCനെയും പവർ ഗ്രിഡിനെയാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവ് ന്യൂസാണ് NTPCക്കും പവർ ഗ്രിഡിനൊക്കെ. അതോടൊപ്പം തന്നെ നമ്മളിപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ 23 ലക്ഷം ഡീസൽ CNG ബസ്സുകളാണ് നിരത്തിലുള്ളത്. 6500 ഇലക്ട്രിക് ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ ആസ് പെർ രജിസ്ട്രേഷൻ റെക്കോർഡ് പ്രകാരമുള്ളൂ. അപ്പോൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് ഇലക്ട്രിക് ബസ്സുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് കിട്ടാൻ പോകുന്നത്. ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മോഡലാണ്. അതായത് ഇലക്ട്രിക് ബസ്സുകൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചറേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങി സ്റ്റേറ്റ് യൂണിറ്റുകൾക്ക് സപ്ലൈ ചെയ്യുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ EV മാനുഫാക്ചർ ഉണ്ടാവും, ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവും, സ്റ്റേറ്റ് യൂണിറ്റുകൾ. അപ്പോൾ EV മാനുഫാക്ചറിനെ സംബന്ധിച്ച് വണ്ടിയുടെ സെല്ലിംഗ് പ്രൈസ് അവർക്ക് ലഭിക്കും എന്നുള്ളൊരു പോസിറ്റീവ് ട്രെൻഡാണ്. ഇപ്പോൾ പല കമ്പനികളും ലീസ് ഔട്ട് ചെയ്യാണ് ഡയറക്റ്റായിട്ട്. ഇങ്ങനെ വരുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് EV മാനുഫാക്ചറിങ് രംഗത്ത്, പ്രത്യേകിച്ച് ബസ് മാനുഫാക്ചറിങ് രംഗത്ത്. മേജർ ബെനിഫിഷ്യറീസ് ആയിട്ട് വരുന്ന ഒലട്ര, ഗ്രീൻ ടെക്, അതുപോലെ തന്നെ JBM മോട്ടോ, ടാറ്റ മോട്ടോഴ്സ്, അശോക് ലേലൻ്റെയൊക്കെയാണ്. ധാരാളം മറ്റ് കമ്പനികളും കൂടി വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം 10 ലക്ഷം വണ്ടികൾ 10 വർഷത്തിനുള്ളിൽ റീപ്ലേസ് ചെയ്യണമെങ്കിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വളരെ കൂട്ടേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ 2 വർഷം പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടുന്നൊരു കാര്യമായിരിക്കും ഗവൺമെൻറ് തിങ്ക് ചെയ്യാൻ പോകുന്നത്. ഒപ്പം M&M, മെയ്സർ മോട്ടോഴ്സ് ഇത്തരത്തിലുള്ള കമ്പനികളും മറ്റു പല കമ്പനികളും ഈ രംഗത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഗവൺമെൻറ് എടുക്കാൻ പോകുന്ന ഒരു പോളിസി ഡിസിഷൻ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രോമിസിങ് ആയിട്ടുള്ള ന്യൂസാണ് EV രംഗത്തിന്. ഇനി മറ്റൊരു ന്യൂസ് വരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതുവരെ PSU NBFCകൾക്കൊക്കെ ധാരാളം ഫേവർ ചെയ്തിരുന്നു. അതൊക്കെ വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. കാരണം കോൺസെൻട്രേഷൻ റിസ്ക് ആണ് RBI ചൂണ്ടിക്കാണിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം PFC, REC ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഏറ്റവും കൂടുതൽ ഒരു സെക്ടറിന് മാത്രമായിട്ട് ലെൻഡ് ചെയ്യാന്നുള്ളൊരു ഒരു തിരിച്ചറിവാണ് ഇതിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ ഹ്യൂജ് റാലിയാണ് ഈ കമ്പനികളൊക്കെ നടത്തിയിട്ടുള്ളത്. ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ചെറുതായിട്ടുള്ളൊരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ഒക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ REC, PFC ഇത്തരത്തിലുള്ള കമ്പനികളിലൊക്കെ നല്ല പ്രോഫിറ്റ് ആയിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു ഡിസിഷൻ എടുക്കുന്ന നന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റൊരു ന്യൂസ് വരുന്നത് HDFC ബാങ്കിൻ്റെ Q3 റിസൾട്ട് സംബന്ധിച്ചാണ്. റിസൾട്ട് ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്. പക്ഷെ നമ്മൾ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ 3.4% ഉള്ളൂ. ഇത് ICICI ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 4.53%. അതുപോലെ SBIയുടെ 3.43% കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ. അപ്പോൾ ഈ Q3 HDFC ബാങ്കിൻ്റെ കമ്പൈൻഡ് പെർഫോമൻസ് ആണ് നമ്മൾ അത്ര സൂപ്പർലേറ്റീവ് പെർഫോമൻസ് ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ HDFC ബാങ്ക് ഒരു നെഗറ്റീവ് റിയാക്ഷൻ കാണിക്കാനാണ് ചാൻസസ്. 3-4% HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് പ്രൈസ് താഴെ വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. KPI ഗ്രീൻ റെക്കോർഡായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 1:2 റേഷ്യോയിലുള്ള ബോണസ് ഇഷ്യൂ ഫെബ്രുവരി 15. അതുപോലെ തന്നെ KP എനർജി നമ്മുടെ കഴിഞ്ഞ വർഷത്തെ എൻവിറോൺമെൻറ്റൽ ഡേയുടെ പിക്കായിരുന്നു. 2:1 ബോണസ് ആണ്. ഒരു ഷെയറിന് 2 ഷെയർ ബോണസ് ഫെബ്രുവരി 12 അതിൻ്റെ റെക്കോർഡായിട്ട് വരുന്നത്. LTTS ലെൻഡി ടെക്നോളജി സർവീസ് ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ഗൈഡൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട് ആ സ്റ്റോക്ക്. IREDA നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ പുതിയ IPO ആയിരുന്നു. MOE സൈൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആയിട്ട്. ലോൺ സിൻഡിക്കേഷനാണ് റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അഡാനി എനർജി സോളർ വീണ്ടും നല്ല പെർഫോമൻസ് ആണ് Q3 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒപ്പം LIC 3 കമ്പനികൾ, അഡാനി ഗ്രൂപ്പ് കമ്പനികൾ 3 കമ്പനികൾ ചെറുതായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. LIC അഡാനി പോർട്ടിൽ ഇപ്പോൾ അവരുടെ സ്റ്റേക്ക് Q3 എൻഡ് ചെയ്യുമ്പോൾ 7.86 ഉള്ളൂ. Q2 9.07% ആയിരുന്നു. അതുപോലെ തന്നെ അഡാനി എൻ്റർപ്രൈസിൽ 3.93% ഉള്ളൂ. Q2 4.23% ആയിരുന്നു. അഡാനി എനർജി സൊല്യൂഷനിൽ 3%
ഉള്ളൂ. ക്വാർട്ടർ 2 3.68% ചെറുതായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ്, ഒരുപക്ഷെ ആവറേജ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കാം LIC സെൽ ചെയ്തിരിക്കുന്നത്. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസിൻ്റെ ക്വാർട്ടർ 3 റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 1 ഏക്കർ ലാൻഡ് ബാംഗ്ലൂർ അക്വയർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ITCയിൽ GQG വീണ്ടും സ്റ്റേക്ക് കൂട്ടിയിരിക്കുകയാണ്. അറൗണ്ട് 15 കോടിയിലധികം ഷെയർ ക്വാർട്ടർ 3 അവർ ബൈ ചെയ്തിട്ടുണ്ട് ITCയിൽ. അപ്പോൾ GQG വലിയ പ്രതീക്ഷയാണ് ITCയിൽ വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ITC സ്റ്റോക്ക് താഴെ വരുമ്പോൾ ബയേഴ്സിന് അട്രാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. PNC ഇൻഫ്രാടെക്കിന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. 1174 കോടി രൂപ ഓർഡറാണ്. MP മധ്യപ്രദേശ് റോഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്നാണ്. RVNL ഒരു JV ഫോം ചെയ്തിട്ടുണ്ട്. ജാക്സൺ ഗ്രീൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ആയിട്ടാണ്. സോളാർ പവർ പ്രൊജക്റ്റിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയിലും വിദേശത്തും അത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ എൻട്രി ചെയ്യാനാണ് RVNLനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. GR ഇൻഫ്രയ്ക്ക് 1085.5 കോടി രൂപയുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ICICI ലൊംബാർഡ് ക്വാർട്ടർ 3 റിസൾട്ട് ബെറ്റർ ആണ്. 22.4% നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസും, അതുപോലെ തന്നെ 13.4% ഗ്രോസ് ഡയറക്റ്റ് പ്രീമിയം ഒക്കെ ഇൻക്രീസ്. ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ വോഡാഫോണും മൈക്രോസോഫ്റ്റും തമ്മിലൊരു അലയൻസ് വന്നിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. കാരണം വോഡാഫോണിൻ്റെ പല പ്രോജക്റ്റുകളിലും മൈക്രോസോഫ്റ്റ് സ്റ്റേക്ക് എടുക്കാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ജനറേറ്റീവ് AI, ChatGPT മൈക്രോസോഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ChatGPT റിലേറ്റഡ് ജനറേറ്റീവ് AIയും കൂടി വോഡാഫോൺ പ്രൊഡക്റ്റുകളിൽ കൂടെ ലോഞ്ച് ചെയ്യാനുള്ളൊരു ഡിസിഷനും കൂടി എടുത്തിരിക്കുകയാണ്. ഓൾറെഡി അവർ MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യമൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഭാവിയിൽ ഇത് വോഡാഫോൺ പോസിറ്റീവ് ആയി മാറാൻ സാധ്യതയുള്ളൊരു ന്യൂസാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വോഡാഫോൺ ഐഡിയയ്ക്കും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാനുള്ള ചാൻസസ് ഉണ്ട്. മാർക്കറ്റ് താഴെ വരുമ്പോൾ വോഡാഫോൺ ഐഡിയ അക്യൂർ ചെയ്യുന്നൊരു ഡിസിഷൻ നന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി ഇൻ്റർനാഷണൽ ലെവലിൽ അവർ ഈ JV ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പൊതുവെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ICICI ലൊംബാർഡിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നമ്മൾ ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ നല്ല പ്രോഫിറ്റബിലിറ്റിയിൽ ഇരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ എടുക്കുന്ന ഒരു ഡിസിഷൻ നന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഇൻക്രീസ് ചെയ്യാണ്. അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് സംബന്ധിച്ചുള്ള അൺസർട്ടനിറ്റി ഒക്കെ വരികയാണ്. ഇതൊരു പക്ഷേ ഹയർ പ്രീമിയത്തിൽ ട്രേഡ് ചെയ്യുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ ചെറുതായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു കോസായി മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വളരെ കോഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യുക. ഹയർ ലെവലിൽ വരുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.